രമേശ് ജിയെ അറിയാമോ? ഞങ്ങളുടെ രമേശ് ജിയെ അറിയാമോ? നേതാവിനെ അറിയാമോ? ആരണഗാഥ അറിയാമോ? മണിമല ആറ്റിനുമറിയാം, വേമ്പനാട് കാറ്റിനുമറിയാം. തണ്ടൊടിഞ്ഞിട്ടും വാടാതങ്ങനെ നിൽപ്പാണവനൊരു ചെമ്പനി നീർപ്പൂവ്. ജനവികാരം പരിഗണിക്കൂല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കോൺഗ്രസ് ലീഡർഷിപ്പ് ജനവികാരമൊക്കെ പരിഗണിച്ച് തന്നെയായിരിക്കും തീരുമാനം എടുക്കുക എന്നുള്ളത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ UDFന്റെ കീഴ്വഴക്കം അനുസരിച്ച് ഇവിടെ ഘടകകക്ഷികളോടൊക്കെ അവർ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചന നടത്തിയാണ് തീരുമാനം എടുക്കുക. ഞങ്ങളുടെ അഭിപ്രായം ആ സമയത്ത് പറയേണ്ടതേ ഉള്ളൂ. ഈ ലീഗിന്റെ മാത്രമല്ല, ഏത് ഘടകകക്ഷിയുടേതായാലും അപ്പം പറയേണ്ടതേ ഉള്ളൂ. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി പിടിവലി രൂക്ഷം. നേതാക്കളുടെ അവകാശവാദവും തർക്കവും സൈബർ ഇടങ്ങളിൽ തുറന്ന പോരിലേക്ക് എത്തിയതിന് പിന്നാലെ കടുത്ത നിലപാടെടുത്ത് KPCC നേതൃത്വം. പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്നും അത്തരം പ്രസ്താവനകൾ അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നുമാണ് മുന്നറിയിപ്പ്. ജനങ്ങളിൽ ഇത്തരം ചർച്ചകൾ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ എത്തിയപ്പോഴാണ് ആവർത്തിച്ച് മുന്നറിയിപ്പ്. ചർച്ചകൾ KPCC വിലക്കുമ്പോഴാണ് നിർണായക നിലപാടുമായി മുസ്ലിം ലീഗ് രംഗത്തുവരുന്നത്. ജനവികാരം മാനിച്ചായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ലീഗിന്റെ നിലപാട് സതീശന് അനുകൂലമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. KP അനിൽകുമാറിലൂടെ ലീഗിനെ അനുനയിപ്പിക്കാൻ KC നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടില്ലെന്ന വിവരങ്ങളും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ നിർണായക ഘട്ടത്തിലെ ലീഗ് പരാമർശം സതീശനുള്ള പിന്തുണയാണോ? കോൺഗ്രസ് ജയിച്ചാൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ലീഗിന്റെ നിലപാട് നിർണായകമാകുമോ? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ നിസാം സെയ്ദ്, കോൺഗ്രസ് സഹയാത്രികനും മാധ്യമപ്രവർത്തകനും, ശ്രീ ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ, ശ്രീ M ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ, KP റഹ്മത്തുള്ള, മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ നിസാം സെയ്ദ്, കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള പോര് സൈബർ ഇടത്തിൽ ഒരു മോശം അവസ്ഥയിലേക്ക് വരെ എത്തിയ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടത്. KPCCയുടെ ഇടപെടൽ അതിലുണ്ടാകുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് ലീഗിന്റെ നേതൃയോഗത്തിന് ശേഷം സംസാരിക്കുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ജനങ്ങളുടെ ജനവികാരം മാനിച്ചുകൊണ്ടായിരിക്കും തീരുമാനം എന്ന സൂചനകൾ കൂടി വെക്കുകയാണ്. ഈ ചർച്ചകൾ ഘടകകക്ഷികളിലും അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഈ സാഹചര്യത്തിൽ ലീഗ് ഒരു സൂചനയാണോ ഈ പരാമർശത്തിലൂടെ നൽകുന്നത്? രേണുവിന്റെ ഈ വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള പ്രസ്താവനകൾ കോൺഗ്രസ് സഭാരം പോര് രൂക്ഷമാകുന്നു, സൈബർ ഇടത്തിൽ കലഹം വഷളാകുന്നു എന്നൊക്കെ പറയുന്നത് വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള വായനകളാണ്, അതിവായനകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായും നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ഒരു നീണ്ട ഇടവേളയിലാണ്. ആദ്യമേ തന്നെ ഇടപെടുന്നതിൽ ക്ഷമിക്കുക ശ്രീ നിസാം സെയ്ദ്. KPCCയുടെ വാർത്താക്കുറിപ്പ് താങ്കളും വായിച്ചിട്ടുണ്ടാകുമല്ലോ. വാർത്താക്കുറിപ്പ് ഏതെങ്കിലും നേതാക്കന്മാരെ ലക്ഷ്യമിട്ടുള്ളതാണ് ആ വാർത്താക്കുറിപ്പ് എന്ന് എനിക്ക് ബോധ്യമായിട്ടില്ല. ഏതെങ്കിലും നേതാവ് പോര് രൂക്ഷമായിരിക്കുന്നത് സൈബർ ലോകത്താണ്. ഇതാരും കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരാരെങ്കിലും ഇന്നയാളെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രസ്താവനകൾ ഇറക്കുകയോ എന്തെങ്കിലും അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നതോ ചെയ്യുന്നതായിട്ട് എനിക്ക് സൈബർ ലോകത്ത് ബോധ്യപ്പെട്ടിട്ടില്ല. സൈബർ ലോകത്ത് ചില ആവേശ കമ്മിറ്റിക്കാർ അവരുടെ നേതാവിനെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകൾ സംബന്ധിച്ചൊക്കെ പങ്കുവെക്കുന്നുണ്ട്. ചില ആളുകൾ ചില നേതാക്കന്മാരെ ഇകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് മാത്രമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ഒരു നീണ്ട ഇടവേളയിൽ ആ ഇടവേളയിൽ കോൺഗ്രസ് നയിക്കുന്ന UDF അധികാരത്തിലേക്ക് എത്തുമെന്ന് വളരെ അധികം ആളുകൾ പ്രതീക്ഷിക്കുന്നു. രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന വളരെയേറെ ആളുകൾ ആ ഒരു പ്രതീക്ഷയിലാണ്, ആ ഒരു നിരീക്ഷണത്തിലാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന എല്ലാ സൂചനകളും അത്തരം UDF അധികാരത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷകൾക്ക് ബലം നൽകുന്നതാണ്.
സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകും. ആ ചർച്ചകളിൽ മുഖ്യമന്ത്രി സ്ഥാന പദകാംക്ഷികൾ ഉണ്ടാകും. അവർ അതിനുവേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ നടത്തുന്നുണ്ടാകാം. പക്ഷെ അതൊക്കെ ഒരു തുറന്ന പോരിലേക്ക് പോകുന്നു എന്ന് വായിക്കുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കോൺഗ്രസിൽ കാലാകാലങ്ങളായി നിലനിന്ന് വരുന്ന ഒരു രീതിയുണ്ട്. കോൺഗ്രസിന് ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം എന്ന് പറയുന്നത് പാർട്ടിക്ക് അധികാരം ലഭിച്ചാൽ, പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ നിയമസഭാ കക്ഷി വിളിച്ചുകൂട്ടും. നിയമസഭാ കക്ഷി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ പങ്കെടുക്കും. അവർ MLA-മാരെ ഒറ്റയ്ക്കും കൂട്ടായും കണ്ട് അവരുടെ അഭിപ്രായം ശേഖരിക്കും. ആ അഭിപ്രായം ശേഖരിച്ച ശേഷം അതിന്റെ ക്രോഡീകരിച്ച ഒരു റിപ്പോർട്ട് അവർ ഹൈക്കമാൻഡിന് സമർപ്പിക്കും. ആ ഹൈക്കമാൻഡ് റിപ്പോർട്ടിനനുസരിച്ച് ഒരു പ്രഖ്യാപനം കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ടാവും. പിന്നീട് ചിലപ്പോൾ അത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം കൂടി ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അംഗീകരിക്കും. ഇതാണ് കോൺഗ്രസിൽ കാലാകാലമായി അംഗീകരിച്ചു വരുന്ന ഒരു കീഴ്വഴക്കം. ഈ കീഴ്വഴക്കം അനുസരിച്ച് തന്നെയാവും ഈ പ്രാവശ്യവും മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യമില്ല. പിന്നെ സൈബർ ഇടത്തെ പോര് നടക്കുന്നത്, സൈബർ ഇടത്തെ ലൈക്കും ഡിസ്ലൈക്കും വെച്ചാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്ന് വിശ്വസിക്കാനുള്ള മണ്ടത്തരം നമ്മൾക്ക് ആർക്കെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഈ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത്തരം പോര് നടക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തോടെയാണ് എന്ന് വിശ്വസിക്കാനുള്ള വസ്തുതകളൊന്നും നമുക്കില്ല. സ്വാഭാവികമായും അവർ പലരും സ്വയം പ്ലേസ് ചെയ്യുന്നുണ്ടാകും, സ്വയം പൊസിഷൻ ചെയ്യുന്നുണ്ടാകും. അതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ആശയങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ചർച്ചകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കരുത്ത് കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ, UDF-നുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിലെ കോൺഗ്രസിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് പരിഹരിച്ചിട്ടുള്ളത് എന്നാണ് നാം പരിശോധിക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് കാലം പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകാൻ കഴിയുന്ന ഒരു കാര്യം, കോൺഗ്രസിൽ ഉണ്ടായ എല്ലാ വിമത സ്വരങ്ങളെയും ഉൾക്കൊള്ളാനും ചേർത്ത് പിടിക്കാനും അത് പരിഹരിക്കുവാനും കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പല സ്ഥലത്തും കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായി. സുധാകരനെ പോലെ വളരെ ഉന്നതനായ ഒരു നേതാവ് തനിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് 2 ദിവസം അദ്ദേഹം വിമതസ്വരം ഉയർത്തിയിരുന്നു. പക്ഷെ ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുവാൻ ഈ കഴിഞ്ഞ കാലയളവിൽ കോൺഗ്രസിനും UDF-നും കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറുഭാഗത്ത് നമ്മൾ പരിശോധിച്ചാൽ LDF-ൽ അല്ലെങ്കിൽ CPM-ൽ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടത്. അത് പയ്യന്നൂരാകട്ടെ, തളിപ്പറമ്പിലാകട്ടെ, പാലക്കാടാവട്ടെ, അമ്പലപ്പുഴയാകട്ടെ, കൊട്ടാരക്കരയാകട്ടെ, ആരൊക്കെ വിമത സ്വരങ്ങൾ ഉയർത്തിയോ അവരെ ഒന്നും ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ഒന്നും ചേർത്ത് പിടിക്കാൻ CPM-ന് കഴിയുന്നില്ല. അവരൊക്കെ പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നു, അവരൊക്കെ പാർട്ടി വിടുന്നു, മുന്നണി വിടുന്നു. നിസാം സെയ്ദ്, അത്തരം ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്നും അതൊക്കെ പ്രയോജനപ്പെടുത്താനാകും എന്നും ഒക്കെ കരുതുന്ന ഇടത്താണല്ലോ ഈ ഫലം വരുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള തർക്കം ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്. ഇതൊന്നും തുടങ്ങി വെച്ചത് മാധ്യമങ്ങളല്ല. സുധാകരൻ എന്നത് കോൺഗ്രസിന്റെ സണ്ണി ജോസഫിന് മുൻപുള്ള KPCC അധ്യക്ഷനായിരുന്നു. അദ്ദേഹം ഒരു ഭാഗത്ത് അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. പിന്നാലെ രേഖപ്പെടുത്തിയ അഭിപ്രായം സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ പറഞ്ഞവരെല്ലാം കോൺഗ്രസ് നേതാക്കളാണ്. ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ഏറ്റുമുട്ടുന്നതും നേതാക്കളും അണികളുമാണ്. അപ്പോ അതിൽ മാധ്യമങ്ങളെ പഴിചാരിയിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പോൾ KPCC നേതൃത്വത്തിന് തന്നെ ഇങ്ങനെ ഒരു വാർത്താക്കുറപ്പ് വീണ്ടും ഇറക്കേണ്ടി വരികയാണ്. അത് അച്ചടക്ക ലംഘനമായി കണക്കാക്കും എന്ന് പറയേണ്ടുന്ന സാഹചര്യത്തിൽ വരെ എത്തിയിരിക്കുന്നു. അവിടെയാണല്ലോ നമ്മളുടെ ചോദ്യം. ഇപ്പോൾ ലീഗിന്റെ നേതൃയോഗത്തിന് ശേഷം കുഞ്ഞാലിക്കുട്ടി പറയുന്നു ജനഹിതം പരിഗണിച്ചായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക എന്നത് പറയുന്നു. അത് ചില സന്ദേശങ്ങൾ നൽകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്കൾക്ക് അങ്ങനെ തോന്നിയോ? സ്വാഭാവികമായും ജനഹിതം അനുസരിച്ചായിരിക്കുമല്ലോ ഒരു ഗവൺമെന്റ് അധികാരത്തിലെത്തുന്നത്, ആ ഗവൺമെന്റ് നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. ജനഹിതം തീർച്ചയായും ജനഹിതം അനുസരിച്ചുള്ള ജനഹിതമുള്ള പാർട്ടിക്കാണ്, മുന്നണിക്കാണ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയേക്കല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഒരു പാർട്ടിക്കാണ്, ഒരു മുന്നണിക്കാണ്. ആ പാർട്ടിക്ക്, മുന്നണിക്ക് അതിന്റെ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഈ പർട്ടിക്കുലർ വിഷയത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ നേതാവ് ആരാകണം എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് മുസ്ലിം ലീഗ് പറയുമെന്ന് ഞാൻ കരുതുന്നേയില്ല. മുസ്ലിം ലീഗ് ഇവിടെ തർക്കങ്ങൾ ഉണ്ടാകാതെ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതല്ലാതെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവാണ് UDF-ന്റെ നേതാവാകുന്നത്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് ആരാണെന്നുള്ളത് കോൺഗ്രസിന്റെ മാത്രം വിഷയമാണ്. അതിൽ മുസ്ലിം ലീഗ് ഇടപെട്ട ചരിത്രമില്ല. മുസ്ലിം ലീഗ് അങ്ങനെ ഇടപെടുന്ന ഒരു കക്ഷിയല്ല.
മുസ്ലിം ലീഗ് വളരെ പക്വതയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമുള്ള പാർട്ടിയാണ്. കോൺഗ്രസിന്റെ നേതാവ് ആരാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് അവർ ഒരു അഭിപ്രായവും രേഖപ്പെടുത്തില്ല. അവരോട് ചോദിച്ചാൽ അവരെന്തെങ്കിലും ഒരു മറുപടി നൽകും എന്നുള്ളതല്ലാതെ ഇന്നയാളാണ് ഞങ്ങളുടെ ചോയ്സ് എന്നൊരു അഭിപ്രായം മുസ്ലിം ലീഗ് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും കാലത്ത് രേഖപ്പെടുത്തിയതായി നമുക്കറിയത്തില്ല. അങ്ങനെ ഇടപെടേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കരുത്തുള്ള പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. അതിനുള്ള സംവിധാനം കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ആയിരിക്കും സ്വാഭാവികമായി ഇക്കാര്യത്തിൽ പറയുക. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ തീരുമാനങ്ങളുടെ ഒക്കെ അടിസ്ഥാനം MLA-മാരുടെ പിന്തുണയായിരിക്കും. MLA-മാരുടെ പിന്തുണ കൊണ്ട് മാത്രമേ ഇതിൽ ആർക്കെങ്കിലും, ഇപ്പോൾ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുള്ളൂ. ഞാൻ അന്വേഷിച്ചിടത്തോളം നിന്നും സ്ഥാനാർത്ഥികളായ വിജയസാധ്യതയുള്ള പല ആളുകളുമായി ഞാൻ ഈ കാര്യം ചർച്ച ചെയ്തു. ഈ പറയുന്ന ഒരു നേതാവും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ MLA-മാരെ ആരെയും MLA-മാരെ അല്ല, നിയുക്ത MLA-മാരാകാൻ സാധ്യതയുള്ള ആളുകളെ ഈ ഒരാളുകളെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് ബോധ്യമാകുന്നത്. അവരെല്ലാം 4-ാം തീയതി കഴിയുമ്പോൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. 4-ാം തീയതി കഴിയുന്നതിന് മുമ്പ് ഇതിന് MLA-മാരുടെ പിന്തുണ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ നിയുക്ത MLA-മാരുടെ പിന്തുണ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ തങ്ങളുടെ പൊസിഷൻ സ്ട്രോങ് ആക്കാനോ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നതായിട്ട് എനിക്കറിവില്ല. പിന്നെ ഈ ചർച്ചകൾ നടക്കുന്നത് സൈബർ ലോകത്താണ്, ചാനലുകളിലാണ്, മാധ്യമങ്ങളിലാണ്. സ്വാഭാവികമായും ഇതൊരു നീണ്ട ഇടവേളയുണ്ട്. ആ ഇടവേളകൾ ആനന്ദകരമാക്കേണ്ടത് മാധ്യമപ്രവർത്തകരുടെ ആവശ്യമാണ്, രാഷ്ട്രീയ നിരീക്ഷകരുടെ ആവശ്യമാണ്. അപ്പം ഇടവേളകൾ ആനന്ദകരമാക്കേണ്ടത് മാധ്യമങ്ങളുടെ ആവശ്യമാണെങ്കിൽ അതിന് ഇങ്ങനെ കാരണങ്ങൾ ഉണ്ടാക്കി നൽകുക എന്നത് കോൺഗ്രസുകാരുടെ പണിയാണോ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കൾ ഇത്ര നിസാരമായിട്ടാണോ കോൺഗ്രസിലെ സാഹചര്യങ്ങളെ ഇപ്പോൾ കാണുന്നത്? നോക്കൂ, KPCC-ക്ക് വീണ്ടും വടിയെടുക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശക്തമായ ഒരു സന്ദേശമാണ് ആ വാർത്താക്കുറിപ്പിലൂടെ നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ വിലക്കിയിരുന്ന സാഹചര്യമുണ്ട് എന്ന് നമുക്കറിയാം. ഇതിപ്പോൾ ഇവിടെ നിസാം സെയ്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താകും മാനദണ്ഡം എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായി അവിടെ നിൽക്കുന്നുണ്ട്. ഫലം അനുകൂലമാണ് എങ്കിൽ എന്താകും മാനദണ്ഡം? അതിൽ MLA-മാരുടെ പിന്തുണയാണോ, ഹൈക്കമാൻഡിന്റെ തീരുമാനമാണോ എന്നതൊക്കെ ഒരു ചോദ്യമാണ്. ആ മാനദണ്ഡം എന്ത് എന്ന ചർച്ചകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സജീവമായി പരിഗണിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അത് ജനഹിതം അനുസരിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കും എന്നതാണ്. അത് ചില സൂചനകൾ നൽകുന്നതാണോ? നിസാം സയ്യിദ് ഓഡിയോയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, വ്യക്തത കുറവുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ശരിയായോ? ഇല്ല, പ്രശ്നം ഉണ്ടാവാൻ വഴിയില്ല. ഇപ്പൊ ഒരുവിധം ക്ലിയർ ആണ്, പറഞ്ഞോളൂ. അപ്പൊ അത് അങ്ങനെയൊക്കെ തന്നെ വഴക്കം, അത് അതുപോലെ സ്വാഭാവികരിക്കും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതിനകത്ത് തർക്കമില്ല. കോൺഗ്രസ് വളരെ സേഫാണ്, അതിനകത്ത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നീങ്ങാണ് എന്നൊക്കെ നമ്മൾ വലിച്ചു തീർക്കാൻ ശ്രമിച്ചാൽ 3 എന്താ പറയാ ഭയങ്കര ഒരു തർക്കമില്ല. ഓഡിയോയിൽ പ്രശ്നമുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ. ഞാൻ ഒന്ന് മറ്റതിഥിയിലേക്ക് പോയതിന് ശേഷം താങ്കളിലേക്ക് തിരിച്ചെത്താം. PCR-ൽ നിന്ന് അവർ സംസാരിക്കും എന്താണ് പ്രശ്നമെന്നത്. ശ്രീ M ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോൾ നോക്കൂ, കോൺഗ്രസിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആരാകണം മുഖ്യമന്ത്രി എന്ന ചർച്ചയാണ്, അല്ലെങ്കിൽ അതിനുള്ള അവകാശവാദം ഉറപ്പിക്കുന്നതിനുള്ള നേതാക്കളുടെ വലിയ ശ്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണിപ്പോൾ മുസ്ലിം ലീഗും ഇങ്ങനെ ഒരു പരസ്യമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. LDF-ന് ഇക്കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ടുന്ന സാഹചര്യമില്ല, അവർ എന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ നടക്കേണ്ട ഇടം ഇത് തന്നെയാണ്. കോൺഗ്രസിന് അതിന് മാനദണ്ഡങ്ങളുണ്ട്, അതനുസരിച്ച് തീരുമാനം എടുക്കും എന്നതാണ് ലീഗ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി LDF-ന്റെ തിരിച്ചുവരവ് എന്നത് അപ്രസക്തമായ കാര്യമായി കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ഇത് 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഇത് തന്നെയായിരുന്നല്ലോ അവസ്ഥ. അതിൽ സംശയമൊന്നും താങ്കൾക്കെങ്കിലും ഉണ്ടാവില്ലല്ലോ. ലീഗിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ലീഗ് 2021 ഏപ്രിൽ 6-നായിരുന്നു തെരഞ്ഞെടുപ്പ്, മെയ് 2-നായിരുന്നു വോട്ടെണ്ണൽ.
ഏപ്രിൽ 6 ശേഷം മെയ് 2 വരെയുള്ള കാലയളവിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് പിന്നെ അക്കാലത്തെ കാര്യങ്ങൾ ഓർമ്മിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. എന്നിട്ടാണ് ലീഗ് പറയുന്നത് പിന്നെ അവര് വരുന്നില്ല, കോൺഗ്രസ് ഇതാ വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഒന്ന് അത് ചെയ്തിട്ട് ഒന്നുകൂടെ റീജോയിൻ ചെയ്യട്ടെ. ഓക്കെ, ശ്രീ ജയചന്ദ്രൻ താങ്കൾ തുടർന്നോളൂ. ഒന്ന് റീജോയിൻ ചെയ്യട്ടെ. അല്ല, അപ്പൊ അങ്ങനെയാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അത് നാട്ടുകാരിലെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ രേണു. അന്നത്തെ കോലാഹലങ്ങളും ബഹളങ്ങളും ഇന്ന് തുടങ്ങി വെച്ചിട്ടുള്ള കോലാഹലങ്ങളും. ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യമായി എനിക്ക് തോന്നിയത് അത് ഞാൻ പറയാം. ഈ നൂറ്റാണ്ടിൽ 21ാം നൂറ്റാണ്ടിൽ ഇപ്പൊ 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. 4-ാം തീയതിയാണല്ലോ വോട്ടെണ്ണുന്നത്. ആദ്യം 2001 UDF സർക്കാർ, പിന്നീട് 2006 UDF സർക്കാർ, പിന്നെ 2011 UDF സർക്കാർ, പിന്നെ 2016 2021 അവസരം കിട്ടിയില്ല. ഇപ്പൊ അവസരം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതിരിക്കട്ടെ, റിസൾട്ട് വരാനിരിക്കുകയാണല്ലോ. ഈ 3 ഘട്ടങ്ങളിലും 2001 2006 2011 UDFന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞപ്പോ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം AK ആന്റണിയും, പിന്നീട് 2004 പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2004 തന്നെ AK ആന്റണി മാറി വീണ്ടും ഉമ്മൻചാണ്ടി വരുന്നു. ആദ്യമായിട്ട് ഉമ്മൻചാണ്ടി വരുന്നു. ഉമ്മൻചാണ്ടി വീണ്ടും 2006 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോൽക്കുന്നു. 2015 അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി വരുന്നു. അപ്പൊ അപ്പോഴൊന്നും കോൺഗ്രസിൽ മറ്റു സ്ഥാനാർത്ഥികൾ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാരില്ലാഞ്ഞിട്ടല്ല, കോൺഗ്രസിന് നേതൃബാഹുല്യം ഉള്ള ഒരു പ്രസ്ഥാനം, പാർട്ടിയും കൂടെയാണല്ലോ. പക്ഷെ അപ്പോഴൊന്നും തർക്കം ഉണ്ടായില്ല. ഇപ്പോ ആ തർക്കം തുടങ്ങുകയും ഉടലെടുക്കുകയും അത് വീണ്ടും തീവ്രമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെന്താണ് കാരണം? അതാണല്ലോ ആലോചിക്കേണ്ട വിഷയം. രമേശ് ചെന്നിത്തല ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, ലീഗ് എന്ന് പറഞ്ഞിട്ടും രമേശ് ചെന്നിത്തല പറയാൻ എന്താണ്? ഒടുവിൽ പിന്നെ ഇപ്പൊ ന്യൂസ് 18 സ്ക്രോൾ ചെയ്ത് കാണിച്ചല്ലോ, ഞാൻ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന നേതാവായ ആളല്ല, സ്കൂൾ കാലഘട്ടം മുതലേ സമരങ്ങളിൽ പങ്കെടുത്ത് ജയിൽവാസമൊക്കെ അനുഭവിച്ച് പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങി വന്നയാളാണ്. കോൺഗ്രസിന് വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ തലമുറയുടെ പ്രതിനിധിയാണ് താൻ എന്ന് പ്രത്യേകമായി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന പോലും ഉണ്ട്. അതാണല്ലോ ഇപ്പൊ സ്ക്രോൾ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുണ്ട്. അപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലെങ്കിൽ ഇനി എപ്പോൾ എന്നുള്ള ചോദ്യത്തിലേക്ക് ആ ചോദ്യം അവർ പിന്നെ തീവ്രമായി ഫേസ് ചെയ്യുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോ ജയമാർക്ക് എന്നുള്ളത് 4-ാം തീയതി കൃത്യമായി അറിയാൻ കഴിയും. പക്ഷെ UDFലെ പാളയത്തിലെ പട എന്താണെന്നുള്ളതാണല്ലോ പരിശോധിക്കപ്പെടേണ്ടത്. ഈ പാളയത്തിൽ പട ഉണ്ടാക്കിയത് ഭരണപക്ഷമല്ല, മാധ്യമങ്ങളല്ല. ഇതുണ്ടാവുന്ന അവിടുന്ന് തന്നെയാണ്. ഏതെങ്കിലും ഒരു നേതാവ് നേരിട്ട് ഇങ്ങോട്ടിറങ്ങി അയാളുടെ ഫ്ലക്സ് ബോർഡും വെച്ച് വലിയ ഹോർഡിങ്സും വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയല്ല. അതിന് പകരം അനുയായികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ നിരന്തരം ചർച്ചയാക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും മാധ്യമങ്ങൾ അത്തരം ചർച്ചകളിൽ ഇടപെടുകയും അവരുടേതായിട്ടുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ് ന്യൂസ് 18 ഇപ്പോഴത്തെ ചർച്ചയും. അതങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനൊരു പാർട്ടിക്ക് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതിനേക്കാൾ എപ്പോഴും കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്നൊരു കാര്യം, ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് CPIM-നെ പോലെ ഇടതുപക്ഷത്തെ പോലെ ഒരു കേഡർ പാർട്ടിയല്ല, അച്ചടക്കത്തിന്റെ വാളോങ്ങി നിൽക്കുന്നവരല്ല. ജനാധിപത്യപരമായി ആർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യ അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ ആ പ്രക്രിയയാണ് ഇപ്പൊ കാണുന്നത്. ജനാധിപത്യപരമായ അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ച് നടത്തുന്ന നടപടികളാണെങ്കിൽ ഇത് നമുക്കെല്ലാം അംഗീകരിച്ചു കൊടുക്കാം. അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. കാരണം നമ്മൾ ജനാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നമല്ല. എനിക്ക് വേണം എന്ന നിലയിൽ ചില ആൾക്കാർ പരസ്യമായി രംഗത്ത് വരുന്നു. പക്ഷെ അവരുടേതായിട്ടുള്ള പിന്നെ സ്റ്റേറ്റ്മെന്റ്സ് നടത്താതെ മറ്റുള്ളവർക്കുള്ളത് പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അപ്പുറത്ത് ഇപ്പൊ 2 ദിവസമായിട്ടൊന്നും മങ്ങി നിൽക്കുന്നത് KC വേണുഗോപാലിന്റെ കാര്യങ്ങളാണ്. KC വേണുഗോപാൽ ഇപ്പൊ ഫാർ ഫ്രണ്ടിലേക്ക് വരുന്നില്ല. മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള ആ ഒരു ഓട്ടത്തിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഈ പ്രൊപ്പഗൻഡയായിട്ട് അങ്ങോട്ട് കാര്യമില്ല. അദ്ദേഹം ഡൽഹിയിൽ ഇരുന്ന് തീരുമാനിക്കുകയാണ് കേരളത്തിൽ UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ തന്റെ റോൾ ഇന്നതായിരിക്കണം, തനിക്ക് സ്ഥാനം ഇന്നതായിരിക്കണം എന്ന് KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് തീരുമാനിച്ചാൽ മതി. അത് നടപ്പിലാക്കി കൊടുക്കും ഹൈക്കമാൻഡ്. അദ്ദേഹത്തിന് ഇവിടെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ലോബിയിങ് നടത്തേണ്ട ഒരു കാര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ലോബിയിങ്ങിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ലോബിയിങ്ങിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 പേരാണ് രമേശ് ചെന്നിത്തലയും VD സതീശനും. അതാണ് കാണുന്നത്. അത് പിന്നെ കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരുന്നതാണല്ലോ. അതുകൊണ്ടാണല്ലോ ലീഗിന് പോലും ഇങ്ങനെ പറയേണ്ടി വരുന്നത്.
കുഞ്ഞാലിക്കുട്ടി ഇന്നലെ സാദിഖ് അലി തങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞു ഇതൊക്കെ പിന്നെ വോട്ടെടുപ്പിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഇന്നലെ തന്നെ സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. അതിന്റെ തലേ ദിവസം PMA സലാം ജനറൽ സെക്രട്ടറി, ലീഗിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഇന്ന് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി തന്നെ പറയുന്നു. ഇതൊക്കെ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്? ഈ തർക്കം മൂത്ത് ഇങ്ങനെ വരുന്നു. ഇത് വല്ലാത്തൊരു വിഴുപ്പലക്കൽ എന്നുള്ള നിലയിലേക്ക് ഇപ്പൊ ആയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇനി അങ്ങോട്ടാണ് വരുന്നത്. അതിന്റെ തുടക്കം എന്ന നിലയിലാണ് ഞാൻ സ്കൂൾ കാലഘട്ടം മുതലേ എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല ഇന്നത്തെ ഈ സ്റ്റേറ്റ്മെന്റിന്റെ ബേസ് നിൽക്കുന്നത്. അപ്പൊ ആ തരത്തിൽ കൊണ്ടുപോകുന്ന എന്തിനാണ് ഒരു പാർട്ടി എന്നുള്ളതാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിന് ഇതൊക്കെ ഇതിനകത്ത് സ്വാഭാവികമാണെന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ സ്വാഭാവികമല്ല. തീർച്ചയായും സ്വാഭാവികമായിട്ടുള്ള ചർച്ചകളല്ല നടക്കുന്നത് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ ഇപ്പോൾ M ജയചന്ദ്രൻ സൂചിപ്പിച്ച ആ പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഒരു അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞതാണ്. നേതാവായി ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവീണ ആളല്ല താൻ, പഴയകാല ചരിത്രം പറഞ്ഞ് പറയുകയായിരുന്നു രമേശ് ചെന്നിത്തല ആ ചടങ്ങിൽ. സൈക്കിളിൽ പോയി പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ നേതാവാകാൻ പറ്റും എന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഈ അവകാശവാദം ഉന്നയിക്കുന്ന 3 നേതാക്കളെ സംബന്ധിച്ചും അവർക്ക് 3 പേർക്കും അവകാശപ്പെടാൻ ഇതുപോലെയുള്ള അനുഭവങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ഉൾപ്പെടെ വഹിച്ച് പാർട്ടിക്ക് വേണ്ടി നിന്ന നേതാക്കൾ എന്ന അവകാശവാദം അവർക്കുണ്ടാവും. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ ആ സാങ്കേതിക പ്രശ്നം മാറിയെന്നാണ് ഞാൻ കരുതുന്നത്. താങ്കൾക്ക് പറഞ്ഞു വന്നത് പൂർത്തിയാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത്, അതായത് 3 ഭൈമി കാമുകര് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മളത് എത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല, അതൊരു വസ്തുതയാണ്. ഒരു ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്. തൊട്ട് പിന്നാലെ അഖിലേന്ത്യാ തലത്തിൽ വലിയ പദവി വഹിക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുണ്ട്. ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം വഹിക്കുന്ന VD സതീശനുണ്ട്. ഈ 3 പേരും മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യരാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. പക്ഷെ പ്രസന്റ് കോണ്ടെക്സ്റ്റിൽ ഇവർ ആര് നേതാവാകണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ളതാണ് പ്രശ്നം. ഈ 3 പേർക്കും അതിനുള്ള ആഗ്രഹമുണ്ട്. അവരതിനു വേണ്ടി അണിയറയിൽ പല രീതിയിൽ സ്വയം പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇതാണ് വസ്തുത. ആ വസ്തുതയെ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഈ വസ്തുതയൊക്കെ ഇരിക്കുമ്പോഴും നിസാം സെയ്ദ് പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു. ആരെന്തൊക്കെ ശ്രമിച്ചാലും ശരി, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ യോഗം ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ വളരെ പ്രധാനപ്പെട്ട ആളുകളായിരിക്കും സ്വാഭാവികമായിട്ടും നിരീക്ഷകരായിട്ട് വരിക. അവരുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ വന്ന കൂട്ടത്തിൽ ഇപ്പോഴത്തെ AICC പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഏതായാലും KC വേണുഗോപാൽ ഇതിനകത്ത് ഒരു സ്റ്റേക്ക് ഹോൾഡർ ആയതുകൊണ്ട് അദ്ദേഹം ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ മീറ്റിംഗിൽ ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. അത് MLA അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ ആ യോഗത്തിലുണ്ടാവും. ഏതെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ 1, 2, 3 ആളുകളായിരിക്കും ഇതിനകത്ത് വരുന്നത്. ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ MLA-മാരുടെ അഭിപ്രായം ആരായും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ താങ്കൾ സൂചിപ്പിച്ചല്ലോ, PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് ലീഗിന്റെ യോഗത്തിന് ശേഷം പറഞ്ഞ അത് വളരെ അർത്ഥഗർഭമായ ഇതാണ്. രാഷ്ട്രീയത്തിൽ പലപ്പോഴും നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല കാര്യങ്ങൾ പറയുക, ഇൻഡയറക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുക. അദ്ദേഹം പറഞ്ഞതിനകത്ത് വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ ചില സംഗതികളുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിപ്പോ നമുക്ക് വായിച്ചെടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ വരികൾക്കിടയിൽ ചിലത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ജനഹിതം അല്ലെങ്കിൽ ജനവികാരം, ഹിതം എന്നുള്ളതിനേക്കാൾ ജനഹിതം പലപ്പോഴും ഇലക്ഷനിലാണ് തെളിയുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലാണ്. ജനവികാരം എന്നുള്ളത് പൊതുസമൂഹത്തിൽ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടിയും മാധ്യമ ചർച്ചകളിലൂടെയും അതല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഉയരുന്ന മൊത്തത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം, ഇങ്ങനെ മാധ്യമങ്ങൾ ഒപ്പിയെടുക്കുന്ന ഒരു വികാരം, ഇതൊക്കെ ഈ പൊതുവികാരത്തിന്റെ ചില സൂചനകളാണ്. ആ സൂചനകൾ നമുക്ക് വായിച്ചെടുക്കാനും കഴിയും. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ അർത്ഥഗർഭമാണ്. ഒരുപക്ഷെ സംഭവിക്കാനിരിക്കുന്ന എന്തായാലും ലീഗ് 10, 23 സീറ്റുകൾ പിടിച്ചാലേ UDF-ന് വളരെ മാന്യമായ രീതിയിൽ ഒരു ഭൂരിപക്ഷം കിട്ടുള്ളൂ. അത് കിട്ടോ കിട്ടാതിരിക്കുക അത് വേറെ പ്രശ്നം. അത് 4-ാം തീയതിക്ക് ശേഷം ഉണ്ടാവേണ്ട കാര്യമാണ്. നമ്മുടെ ചർച്ച അതല്ലാത്തത് കാരണം അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് UDF-ന്റെ അവിഭാജ്യ ഘടകം എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ ഈ തർക്കത്തിൽ ലീഗിന്റെ ഒരു അഭിപ്രായം തേടിയേക്കാം. അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളുടെ അഭിപ്രായവും തേടിയേക്കാം. കാരണം ഈ 3 പേരും തുല്യശക്തികളായി പൊരുതുന്ന ഒരു ഘട്ടത്തിൽ ഒരു കോംപ്രമൈസിനും ഈ 3 പേരും തയ്യാറല്ല. MLA-മാരിൽ 3 പേർക്കും പിന്തുണയും കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു ചില ഘടകങ്ങൾ കൂടി പരിഗണിക്കേണ്ടതായ ഒരവസ്ഥ വന്നാൽ സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടത്തിൽ ഹൈക്കമാൻഡ് പരിഗണിക്കാൻ പോകുന്നൊരു വിഷയം ഈ പറയുന്ന ഘടക കക്ഷികൾ ആരെയാണ് പ്രിഫർ ചെയ്യുന്നത്,
ആർക്കാണ് ആര് മുഖ്യമന്ത്രിയാകുന്നതിലാണ് ഘടകകക്ഷികൾക്ക് താല്പര്യം. നിശാന്ത് ഇത് പറഞ്ഞതിന് നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്, ഒരു സംശയമില്ല. ലീഗിന്റെ MLA-മാർക്ക് ഒന്നും വോട്ട് ചെയ്യാനും പറ്റില്ലല്ലോ. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു തർക്കം വരുന്നു, 3 കരുത്തന്മാർ ഏറ്റുമുട്ടുന്നു. ഇതിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ക്ലെയിംസ് ഉണ്ട്. ഇന്ന് ഇപ്പൊ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ അദ്ദേഹം എത്രയോ, അതായത് എങ്ങനെയാണ് ഉയർന്നു വന്നത് ഈ പാർട്ടിക്കകത്ത് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അതായത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വിടർന്നു വന്നതൊന്നുമല്ല. ഒരുപാട് ത്യാഗങ്ങൾ, ഒരുപാട് അലച്ചിലുകൾ, ഒരുപാട് വിഷമങ്ങളൊക്കെ സഹിച്ചാണ് വന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്നത് നമ്മൾ അംഗീകരിക്കാം. പക്ഷെ എല്ലാ കാലത്തും ഇതൊക്കെ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയേക്കാൾ കൂടുതൽ ഈ കഷ്ടപ്പെട്ടവരായിരിക്കാം ഇപ്പൊ കെ കരുണാകരന്റെയോ AK ആന്റണിയുടെയോ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ ഒക്കെ കാലത്ത്. എനിക്കറിയാം ഉമ്മൻചാണ്ടിയൊക്കെ കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടിട്ട് പാലക്കാടൊക്കെ വന്ന് മലയാള മനോരമ ഓഫീസിൽ ആ മനോരമ പത്രത്തിന്റെ പുറത്ത് ഉറങ്ങിയ കാലമൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട്. പുതിയ കാലവും സാങ്കേതികവിദ്യയും പുരോഗമിക്കുമ്പോൾ അതിനനുസരിച്ച് സൗകര്യങ്ങൾ ഉണ്ടാവും. അന്നത്തെ പോലെ കഷ്ടപ്പെടേണ്ടി വരില്ല. പാർട്ടിക്ക് ഒരു ഫണ്ട് ഉണ്ടാവുന്നു, പാർട്ടിക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനാവുന്ന സംവിധാനം ഉണ്ടാവുമ്പോൾ അത്രയും കഷ്ടപ്പാട് വേണ്ടി വരില്ല. പക്ഷെ എല്ലാവർക്കും എല്ലാവരുടേതായ തീർച്ചയായും പ്രധാനമായും ഈ 3 നേതാക്കളെ സംബന്ധിച്ചും ആ രീതിയിൽ ക്ലെയിം ഉന്നയിക്കാനുള്ള എല്ലാ അർഹതയും അവരെ സംബന്ധിച്ചുണ്ട്. അതിന്റെ ചരിത്രവും ഉണ്ട്. ഇപ്പോൾ പരസ്യ പ്രസ്താവനകൾ KPCC വിലക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ രമേശ് ചെന്നിത്തല പങ്കെടുത്ത അതേ ചടങ്ങിൽ തന്നെ രമേശ് ചെന്നിത്തലയുടെ ഭരണ മികവിനെ പുകഴ്ത്തിക്കൊണ്ട് VM സുധീരൻ സംസാരിച്ചിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചു. പ്രതിപക്ഷ നേതാവ് അല്ലാത്തപ്പോഴും മികച്ച പ്രവർത്തനങ്ങൾ നടത്തി. ഇനിയും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ രമേശ് ചെന്നിത്തലയ്ക്കാകും എന്ന പ്രതീക്ഷ കൂടി പങ്കുവച്ചിരിക്കുകയാണ് VM സുധീരൻ. അപ്പോൾ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്നതാണ് VM സുധീരൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പറ്റുമെങ്കിൽ നമുക്ക് ഈ ഡിബേറ്റിനുള്ളിൽ തന്നെ കേൾപ്പിക്കാൻ പറ്റും. ഞാൻ KP റഹ്മത്തുള്ളയിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ KP റഹ്മത്തുള്ള, ഇവിടെ ജോർജ് പൊടിപ്പാറ ലീഗിന്റെ ഒരു അതിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതും പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ലീഗ് ഇന്ന് ലീഗിന്റെ നേതൃയോഗത്തിന് ശേഷം കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് UDF അതിന്റെ നേരത്തെയുള്ള മാനദണ്ഡങ്ങൾ എന്തായിരുന്നു ആ രീതിയിൽ തന്നെയായിരിക്കും ഇത്തവണയും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക. ലീഗിനോട്, ഘടകകക്ഷികളോട് അക്കാര്യം ആരായും എന്ന് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അങ്ങനെ ചോദിച്ചാൽ അത് ലീഗ് അറിയിക്കും നേതൃത്വത്തെ. ജനവികാരം മാനിച്ചായിരിക്കും ഈ തീരുമാനം എന്നത് അദ്ദേഹം അടിവരയിട്ടുകൂടി പറയുകയാണ്. അപ്പോൾ അത് തങ്ങളുടെ പിന്തുണ ആർക്ക് എന്ന ഒരു സാധ്യത, സൂചന ലീഗ് പരസ്യമായി നൽകുന്നതായി നമുക്ക് കാണാമോ? കരുണാകരൻ മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയത് മുസ്ലിം ലീഗ് അദ്ദേഹത്തെ പിന്തുണക്കാതിരുന്നപ്പോൾ. അങ്ങനെയാണ് ആന്റണി ആദ്യമായി നേതൃസ്ഥാനത്ത് നിന്ന് കരുണാകരനെ മാറ്റി ആന്റണി മുഖ്യമന്ത്രിയാക്കും. അതുപോലെയാണ് കാര്യങ്ങൾ ഇപ്പോൾ വരുന്നത്. AICC ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ AICC നിരീക്ഷകരെത്തും. ഓരോ MLA-മാരെയും, വിജയിച്ച ഓരോ MLA-മാരെയും ഒറ്റക്കൊറ്റക്ക് വിളിച്ച് അവർ സംസാരിക്കും. അതിനുശേഷം കോൺഗ്രസിലെ ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കളുമായും ഈ AICC സംഘം ചർച്ചകൾ നടത്തും. അതിനുശേഷം അതിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വരുന്ന ഘടകകക്ഷി എന്ന നിലക്ക് മുസ്ലിം ലീഗുമായും മറ്റ് ഘടകകക്ഷികളുമായിട്ട് സാധാരണ നിലയിൽ AICC നേതൃത്വം ചർച്ച ചെയ്യാറുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് VD സതീശനാണ്. VD സതീശൻ വളരെ ശക്തമായ നിലയിലാണ് തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് തീർച്ചയായും VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന ഒരു അഭിപ്രായമാണ് മുന്നോട്ട് വെക്കുക എന്നതാണ് സത്യം. ആ നിലയിലുള്ള ചില സൂചനകളും ലീഗ് നേതാക്കളുടെ സംസാരത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. മാത്രമല്ല, മുസ്ലിം ലീഗിനെ വിമർശകരിൽ നിന്ന് രക്ഷിക്കാൻ വളരെ ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ വിവിധ ഘട്ടങ്ങളിൽ സ്വീകരിച്ച ആളാണ് VD സതീശൻ. VD സതീശൻ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ UDF-നെ മുന്നിൽ നിന്ന് നയിച്ചത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം AICC-യോടും കോൺഗ്രസിനോടും ഒക്കെ പറയാൻ പോകുന്നത് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നാണ്. മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടി വരുന്നതോടെ കോൺഗ്രസിന്റെ MLA-മാരുടെ അഭിപ്രായത്തിനും അപ്പുറം VD സതീശൻ മുഖ്യമന്ത്രി പദത്തിൽ എത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ ലീഗിന്റെ ഒരു നിലപാട് നിർണായകമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
മുസ്ലിം ലീഗിന്റെ തീരുമാനങ്ങളും അവരുടെ നിലപാടുകളും വളരെ നിർണായകമാണ്. കാരണം UDF ഏറ്റവും ശക്തമായി പിന്തുണക്കുന്നതും അവരെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കുന്നതിനൊക്കെ വളരെ കൃത്യമായ പങ്ക്, വളരെ നിർണായകമായ സ്വാധീനം മുസ്ലിം ലീഗിനുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ 20-ന് മേൽ സീറ്റ് UDF-ൽ മുസ്ലിം ലീഗിൽ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം പാടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിനോ AICCക്കോ സാധിക്കുകയില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ത് പറയുന്നു എന്നതിന് വളരെ നിർണായകമായ സ്വാധീനവും അത് ശരിവെക്കുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസ് മാറുമെന്ന് തീർച്ചയാണ്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തത് VD സതീശൻ അല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. VD സതീശൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണത്തിന് ഒന്നിലേറെ തവണ എല്ലാ മണ്ഡലങ്ങളിലും വരികയും തെരഞ്ഞെടുപ്പ് റാലികളിലും അണികളുടെ ആവേശത്തോടു കൂടി സംസാരിക്കുകയും ഒക്കെ ചെയ്തത് വളരെ തീർച്ചയാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെക്കാളും KC വേണുഗോപാലിനെക്കാളും ഇപ്പോൾ മുസ്ലിം ലീഗും അവരുടെ നേതൃത്വവും സാദിഖ് അലി തങ്ങളാണെങ്കിലും കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും PMA സലാമാണെങ്കിലും ഒക്കെ തന്നെ മുസ്ലിം ലീഗിനെ കൂടുതൽ ഉൾക്കൊള്ളുന്നതും കൂടുതൽ പരിഗണിക്കുന്നതും VD സതീശനാണ് എന്ന നിലയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനാണ് സാധ്യത. അങ്ങനെ മുസ്ലിം ലീഗ് പിന്തുണച്ചാൽ അത് പാടെ അവഗണിച്ചുകൊണ്ട് മറ്റൊരാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയില്ല എന്നതാണ് സത്യം. തീർച്ചയായും ശ്രീ നിസാം സയ്യിദ്, നോക്കൂ, തുടർഭരണം ഉറപ്പിച്ചതിന് ശേഷം ഇപ്പോൾ UDF-ന് അവകാശപ്പെടാൻ പറ്റുന്ന രീതിയിൽ, ഫലം വരുന്നതിന് മുൻപ് തന്നെ അത്തരമൊരു അവകാശം ഉന്നയിക്കാൻ പറ്റുന്ന രീതിയിൽ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ മാറ്റിയെങ്കിൽ, പ്രതിപക്ഷത്തിന് അനുകൂലമാകുന്ന തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ നേതൃത്വം വഹിച്ച പ്രതിപക്ഷ നേതാവിന് അതിൻ്റേതായ ഒരു പങ്ക് അതിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് VD സതീശൻ അവകാശവാദമായി ഉന്നയിക്കുന്നത്. അതാണ് ഈ ജനവികാരം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നതും. ഇവിടെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് മാധ്യമങ്ങളിൽ നിന്ന് ഇത്തരമൊരു ചോദ്യം വരുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കും എന്ന് പറഞ്ഞ് മാറാമായിരുന്നു. പലതവണ അദ്ദേഹം ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ വളരെ സ്പെസിഫിക്കായി ജനവികാരം മാനിച്ചായിരിക്കും ആ തീരുമാനം ഉണ്ടാവുക എന്നത് സൂചിപ്പിക്കുകയാണ്. മറ്റ് സംഘടനാ ശേഷിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാനദണ്ഡത്തെക്കുറിച്ചല്ല അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ജനഹിതം തേടിയെത്തുന്ന 2 പേരായിരിക്കും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ 2 പേർ. അത് രമേശ് ചെന്നിത്തലയും VD സതീശനുമാണ്. അപ്പോൾ ജനഹിതം എന്ന് പോലുമല്ല, കൃത്യമായി ജനവികാരം മാനിച്ചായിരിക്കും നേതൃത്വത്തിന്റെ തീരുമാനം എന്നത് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് VD സതീശനൊരു അഡ്വാൻറ്റേജായി മാറുമോ? തുടർച്ച ഭരണം ലഭിക്കുകയാണ് എങ്കിൽ മുന്നണികളെ ഒരുമിച്ച് കൊണ്ടുപോവുക, ഇപ്പോൾ എങ്ങനെയാണോ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കിയത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പഞ്ചാബിൽ സംഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 63 MLA-മാർ ഒപ്പമുണ്ട് എന്നതാണ് രാഘവ് ചദ്ദ ഇന്ന് സൂചിപ്പിച്ചത്. അദ്ദേഹം AAP-യിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം ഇനിയിപ്പോൾ സംസ്ഥാന ഭരണം പോലും തുലാസിലാകുന്ന സാഹചര്യമാണ്. അപ്പോൾ ഭരണം ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം കാര്യങ്ങൾ കഴിയില്ല. പിന്നെയും എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നത് വലിയ ഉത്തരവാദിത്തമായിരിക്കും. അവിടെ ഒരു പ്രമുഖ ഘടകകക്ഷി അവരുടെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യമോ പറഞ്ഞാൽ അതിന് അതിൻ്റെതായ മെറിറ്റ് ഉണ്ടാകില്ലേ? രേണു, ഈ തീരുമാനം കോൺഗ്രസിന്റെ പേരിൽ എന്ത് തീരുമാനം എടുത്താലും അത് ആരെയെങ്കിലും പുറത്തു നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് VD സതീശനാണ്. കോൺഗ്രസ് UDF അധികാരത്തിലേക്ക് മടങ്ങിയെത്തുകയാണെങ്കിൽ അതിന് VD സതീശന്റേതായ വലിയ സംഭാവനകൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. തെരഞ്ഞെടുപ്പിനെ നയിച്ചയാൾ VD സതീശനാണ്. VD സതീശൻ ഈ ഗവൺമെന്റിന്റെ മുഖമായി മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ടാവില്ല. എന്ത് തീരുമാനം എടുത്താലും VD സതീശനാണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും എന്ത് തീരുമാനം എടുത്താലും അതെല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ആയിരിക്കും എന്ന് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകും എന്ന് കരുതേണ്ട യാതൊരു കാര്യമില്ല. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ചോദിക്കുമോ എന്നൊക്കെ ചോദിച്ചു. ആത്യന്തികമായി നമുക്കെല്ലാം അറിയാം രാഹുൽ ഗാന്ധിയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും തീരുമാനം ഉണ്ടാകുന്നത്. രാഹുൽ ഗാന്ധിയുടെ മനസ്സിലിരിപ്പ് KC വേണുഗോപാലിന് അനുകൂലമാണോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അനുകൂലമാണോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം VD സതീശനെയാണോ രമേശ് ചെന്നിത്തലയാണോ ഇതൊന്നും അല്ലാത്ത മറ്റാരെങ്കിലും ആണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും ഒക്കെ ഉൾപ്പെടുന്ന ആളുകൾ ചേർന്നായിരിക്കും ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക.
മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ചോദിക്കേണ്ട ഒരു ഘട്ടം എത്തിയാൽ മുസ്ലിം ലീഗിനോട് അഭിപ്രായം ചോദിച്ചേക്കാം. പക്ഷെ അതായിരിക്കില്ല ഇത് നിർണ്ണയിക്കുക. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ നിർണ്ണയിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തപ്പോൾ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ചോദിച്ചിട്ടല്ലോ ആ തീരുമാനത്തിലേക്ക് എത്തിയത്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ചോദിച്ചതിന്റെ 94 കെ കരുണാകരനെ മാറ്റിയ കാലത്ത് അഭിപ്രായം ചോദിച്ചതിന്റെ ഒരു ചരിത്ര പാരമ്പര്യമാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. അന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയല്ല മുസ്ലിം ലീഗ് പറഞ്ഞത്. നിലവിലുള്ള മുഖ്യമന്ത്രിയിൽ ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്നു. മുസ്ലിം ലീഗ് മാത്രമല്ല, അന്നത്തെ എല്ലാ ഘടകകക്ഷികളും കോൺഗ്രസിലെ ഒരു പ്രബലമായ വിഭാഗം. അല്ലാതെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ മുസ്ലിം ലീഗ് ഇടപെടുകയായിരുന്നില്ല ഉണ്ടായത്. പിന്നീട് AK ആന്റണിയെ തീരുമാനിക്കുമ്പോഴും അതിനകത്ത് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ആരാഞ്ഞിട്ടില്ല. അപ്പൊ മുസ്ലിം ലീഗിനോട് ചോദിക്കുന്ന ഒരു ഘട്ടത്തിലല്ലാതെ മുസ്ലിം ലീഗ് പക്വതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ മുസ്ലിം ലീഗ് ഇടപെടുകയില്ല. മുസ്ലിം ലീഗ് ഇടപെടാത്തതിന്റെ കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് മുസ്ലിം ലീഗ് പറഞ്ഞ ഒരു പേരിനെ അല്ല തീരുമാനിക്കുന്നെങ്കിൽ അത് മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഒക്കെ വലിയ വിഷമവൃത്തത്തിലാകും. അപ്പൊ അത്തരം മുസ്ലിം ലീഗ് ഇനീഷ്യേറ്റീവ് എടുത്ത ഒരാളുടെ പേര് പ്രപ്പോസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആയിരിക്കും സ്വാഭാവികമായും തീരുമാനമെടുക്കുന്നത്. അത് MLA മാരുടെ മനസ്സറിഞ്ഞതിന് ശേഷമായിരിക്കും. അത് ഈ 3 പേരിൽ ആരുമാകാം, ചിലപ്പോൾ ഈ 3 പേരല്ലാതെ മറ്റാരെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരാകാം. ഇതൊക്കെ സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനൊക്കെ കേരളത്തിൽ കോൺഗ്രസിലും മറ്റു രാഷ്ട്രീയ കക്ഷികളിലും ഒക്കെ ചരിത്ര പാരമ്പര്യമുണ്ട്. നമുക്കറിയാം 2016 നിലവിലുള്ള പ്രതിപക്ഷ നേതാവായ ശ്രീ VS അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അദ്ദേഹമാണോ മുഖ്യമന്ത്രിയായത്? അല്ലല്ലോ. അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടി അദ്ദേഹത്തിന്റെ പടമടിച്ച് അദ്ദേഹത്തിന്റെ പോസ്റ്റർ വെച്ച് ഈ നാട് നീളെ എല്ലാ സ്ഥാനാർത്ഥികളും വോട്ട് തേടിയതിനു ശേഷം മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയൻ രംഗത്തെത്തുകയായിരുന്നു. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ കാട്ടിയാണ് പ്രതിപക്ഷ നേതാവിനെ കാട്ടിയിട്ട് മുഖ്യമന്ത്രിയാക്കിയില്ല എന്നൊന്നും പറയുന്ന വാദം കേരളത്തിൽ ഇപ്പോൾ മാത്രം ഉണ്ടാകുന്നൊന്നുമല്ല. 2016 അങ്ങനെയാണ് സംഭവിച്ചത്. നിയമസഭാ കക്ഷി അംഗമല്ലാത്ത ആളും കേരളത്തിൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. 1996 ശ്രീ EK നായനാർ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം നിയമസഭാ കക്ഷി അംഗമല്ലായിരുന്നു. നിയമസഭാ കക്ഷി അംഗമായ സുശീല ഗോപാലിനെ നിയമസഭാ കക്ഷിയിലല്ല, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയാണ് ശ്രീ EK നായനാർ മുഖ്യമന്ത്രിയാകുന്നത്. അപ്പൊ അത്തരം തർക്കങ്ങളോ അത്തരം പൊട്ടിത്തെറികളോ ഒന്നും ഈ പ്രാവശ്യം ഉണ്ടാവില്ല. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഏറ്റവും അധികം കാലമെടുത്തത് 1996 മെയ് 10 റിസൾട്ട് വന്നതിന് ശേഷം 10 ദിവസം ഇതിന്റെ ചർച്ചകൾ നടന്നു, മത്സരങ്ങൾ നടന്നു. മെയ് 20 ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത്. അത്രയുമൊന്നും കാലവിളംബം ഈ പ്രാവശ്യം ഉണ്ടാവുമെന്ന് ഞാൻ കരുതില്ല. അത്തരം മത്സരങ്ങൾ ഉണ്ടാവുമെന്ന് കരുതില്ല, പൊട്ടിത്തെറികൾ ഉണ്ടാവുമെന്ന് കരുതില്ല. സ്വാഭാവികമായും ഒരു പൂ വിരിയുന്നത് പോലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. അതെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കും. എന്തായാലും പൊട്ടിത്തെറിയൊന്നും ഉണ്ടാകില്ല എന്നതാണ് നിസാം സെയ്ദ് പറയുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇവിടെ ഇപ്പോ അദ്ദേഹം പങ്കുവച്ച സാധ്യതകൾ, ഇപ്പോ MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നല്ലാണ്ട് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ. അത് അദ്ദേഹം സൂചിപ്പിച്ചു. AK ആന്റണി മുഖ്യമന്ത്രിയാകുന്ന 2 തവണയും അദ്ദേഹം പിന്നീട് മത്സരിച്ച് ജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിലും അത് മുൻപുണ്ടായിട്ടുള്ളതാണ്. ഈ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന്റെ സാധ്യതകൾ അടയുന്നില്ല. KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുമ്പോൾ പോലും ഏത് തരത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ തന്റെ സാധ്യതകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം തന്റെ ഭാഗത്തു നിന്നും ഇല്ല എന്നോ ഒന്നും പറയുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ ഉള്ള ഒരു ആഗ്രഹം ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ഇവിടെ ഹൈക്കമാൻഡിന്റെ നിലപാടായിരിക്കും പ്രധാനം എന്നത് നിസാം സെയ്ദ് സൂചിപ്പിച്ചു. ഹൈക്കമാൻഡിന്റെ തീരുമാനം പ്രധാനം എന്ന് വരുമ്പോൾ KC വേണുഗോപാലിനെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഒരു സംസ്ഥാനത്തിലേക്ക് ഒതുക്കുക സാധ്യമാകുമോ ഹൈക്കമാൻഡിന് എന്നൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യമുണ്ടല്ലോ. സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ മറ്റ് എല്ലാ കാര്യങ്ങൾക്കും വലങ്കൈയായി രാഹുലിനൊപ്പം നിൽക്കുന്ന KC വേണുഗോപാലിന് ഒരു സംസ്ഥാനത്തേക്ക് മാത്രം ചുരുങ്ങുക സാധ്യമാകുമോ? ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് എളുപ്പമെടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാണോ അത്? ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം എടുക്കുന്നത് പലപ്പോഴും ഹൈക്കമാൻഡിന്റെ മാത്രം താല്പര്യമല്ല, ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ കൂടെ ഒരു താല്പര്യം ഒരു ഘടകമാണല്ലോ. KC വേണുഗോപാലിന്റെ മനസ്സിൽ നമ്മൾ ഇനിയിപ്പോ എത്രയൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും എത്രത്തോളം ഇല്ല എന്ന് പറഞ്ഞ് വളരെ സ്വാഭാവികമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആരും ഈ കേരള സമൂഹം എന്ന് പറയുന്നത് പല കാര്യങ്ങളും ഡയറക്റ്റായിട്ട്
പറഞ്ഞു കേട്ടിട്ടല്ലല്ലോ. എനിക്ക് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ട്, ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നൊരു നേതാവ്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗമായ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന് ആ ഒരു പൊസിഷനിലുള്ള ഒരാൾ അങ്ങനെ പറയും എന്ന് കരുതാൻ പറ്റില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം കഴിഞ്ഞ 18 ദിവസം ഈ പ്രചരണ രംഗത്ത്, ഇവിടെ വേറെ ഒരു സംസ്ഥാനത്ത് ആസാമിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, അവിടെയും കോൺഗ്രസിന് വളരെ ശക്തമായ മത്സരം BJP ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അവിടേക്ക് ഒന്നും പോകാതെ ഈ മുഴുവൻ സമയവും കേരളത്തിൽ തന്നെയാണ് തമ്പടിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം പാർലമെന്റിൽ പോയതും ഈ പറയുന്ന മറ്റു കാര്യങ്ങളിലേക്ക് എവിടെയെങ്കിലും ബംഗാളിലോ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമേ പോയിട്ടുള്ളൂ. കേരളത്തിലെ വോട്ടുകൾ പെട്ടിയിലായതിനു ശേഷമാണ്. അപ്പൊ ഒരു നിഗമനത്തിലെത്താൻ ഒരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ചർച്ചയല്ല, ഇത് ഇവിടുത്തെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ ചർച്ചകളല്ല. ഇതിന് കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കൾ വഴിമരുന്ന് ഇട്ടുകൊടുത്ത ശേഷം അവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ നൽകി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ ആ പയറ്റ് നടക്കട്ടെ എന്ന് കണ്ണടച്ചു കൊടുത്തതിന് ശേഷം ഉണ്ടായ സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് KC വേണുഗോപാലിന് അങ്ങനെ ഒരു താല്പര്യമില്ല. ഇനി KC വേണുഗോപാലിന്റെ അവിടെയുള്ള സ്ഥാനത്തിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ മാറ്റിയിട്ട് പുതിയൊരാളെ കുറച്ചുകൂടി നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കുറച്ചുകൂടി പെനിട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന, അവരുമായിട്ട് കൂടുതൽ സംവദിക്കാൻ കഴിയുന്ന അവരുമായിട്ട് ഒരു വേവ് ലെങ്ത് ഉള്ള ഒരാളെ ഇനി മാറ്റണമെന്ന് പ്രിയങ്ക ഗാന്ധിക്കോ അല്ലെങ്കിൽ സോണിയാഗാന്ധിക്കോ തോന്നുന്നുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും ഭീഷണി അദ്ദേഹത്തിന്റെ അവിടുത്തെ കസേരയ്ക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഞാൻ ഇന്നലെ ഒരു ചാനലിൽ ചോദിച്ചാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ഭീഷണി ഉണ്ടോ? അതുകൊണ്ടാണോ അദ്ദേഹം കേരളത്തിലേക്ക് വരാനും ഇവിടെ മുഖ്യമന്ത്രി ഏതാണ്ട് ഈക്വലി അതിനേക്കാൾ അധികാരമുള്ള ഒരു സ്ഥാനം കിട്ടിയപ്പോൾ ഞാൻ ആ പദവി ഉപേക്ഷിച്ച് പോകുന്നു എന്ന് പറയാൻ ഒരു ഡീസന്റ് എക്സിറ്റ് അദ്ദേഹം ആഗ്രഹിക്കുന്നതുകൊണ്ടാണോ ഇത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. ഇവിടെ റഹ്മത്തുള്ള പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ വസ്തുതാപരമാണ്. അദ്ദേഹം പറയുന്നു കോൺഗ്രസിന്റെ MLA-മാരാണ് ഈ തീരുമാനമെടുക്കുന്നത്. ശരിയാണ്, കോൺഗ്രസ് MLA-മാരുടെ തീരുമാനം വളരെ പ്രധാനമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ എന്താ പറയാ ആപത്ത് കാലത്തും ഏത് വൈതരണിയുടെയും ഏത് വലിയ പ്രതിസന്ധിയുടെയും കാലഘട്ടത്തിൽ UDF എന്ന് പറയുന്ന മുന്നണിയെ ഈ രൂപത്തിൽ നിലനിർത്തുന്നതിൽ കോൺഗ്രസിനൊപ്പമോ പലപ്പോഴും കോൺഗ്രസിനേക്കാൾ കൂടുതൽ റിസ്ക് എടുത്ത് ഈ മുന്നണിയുടെ നിലനിൽപ്പിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ ലീഗിന്റെ താല്പര്യങ്ങൾ ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ നിയമസഭയിലെ കക്ഷി അംഗങ്ങളുടെ ആ താല്പര്യം മാത്രമാണ് പരിഗണിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലീഗിന്റെ അഭിപ്രായവും വളരെ പ്രധാനമാണ്, അതിന് യാതൊരു സംശയമില്ല. ലീഗിന്റെ ഒരു അഭിപ്രായം അല്ലാതെ തന്നെ ഹൈക്കമാൻഡ് പരിഗണിക്കും ഈ MLA-മാരെ കാണുന്നതിന് മുമ്പ് തന്നെ. അത് മനസ്സിൽ വെച്ചുകൊണ്ടുകൂടിയായിരിക്കാം ഒരുപക്ഷെ MLA-മാരെ കാണുന്നതും അവരുടെ മനസ്സറിയാനുള്ള ശ്രമം നടത്തുന്നു. അപ്പൊ അത് വളരെ പ്രധാനം. ഇവിടെ എന്താ റഹ്മത്തുള്ള പറഞ്ഞതും ലീഗിന്റെ ആളുകൾ പറയാതെ പറയുന്നതും വരികൾക്കിടയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടുക ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രമായിട്ടല്ല കാണേണ്ടത്. അതായത് നമ്മൾ ഒരു വിളവിറക്കുന്നതിന് മുമ്പ് നിലമൊരുക്കുന്നൊരു പണിയുണ്ട്. ഉഴുത് മറിച്ച് ആ പാടം കൃത്യമായിട്ട് നിരപ്പാക്കി അതിന്റെ ഈർപ്പമൊക്കെ വളരെ കൃത്യമായ നിലവാരത്തിൽ നിർത്തിയതിന് ശേഷമാണ് ഒരു പാടത്ത് വിതയ്ക്കുന്നത് അല്ലെങ്കിൽ ഞാറ് നടുന്നതൊക്കെ. അപ്പൊ ഇവിടെ ഒരു നിലമൊരുക്കൽ കൃത്യമായി നടന്നിട്ടുണ്ട്. 2021 അതിദയനീയമായ പരാജയത്തിന് ശേഷം ഹൈക്കമാൻഡ് തീരുമാനിച്ച് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ KPCC പ്രസിഡന്റിനെയും മാറ്റി ഒരു പരീക്ഷണം നടത്തിയത് എന്തിനാണ്? നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കാനാണ്, നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കാനാണ്, നഷ്ടപ്പെട്ടു പോയ ജനവിഭാഗങ്ങളെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. കോൺഗ്രസ് ഒരു വിന്നിംഗ് കോമ്പിനേഷനാണ്, ജയിക്കാൻ കൽപ്പുള്ള, ജയിക്കാൻ സാധ്യതയുള്ള, ജയിക്കാൻ പണിയെടുക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരു മുന്നണിയാണ് എന്ന് വരുത്താനുള്ള ഒരു വലിയ ശ്രമമാണ് VD സതീശനെ ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ KPCC പ്രസിഡന്റിനെ ഏൽപ്പിച്ചത്. അത് ഭംഗിയായി ചെയ്തില്ലേ? ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒന്ന് പിടിച്ചു നോക്കൂ. അതായത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഐതിഹാസിക വിജയം, അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിലെ അത്യുജ്വല വിജയം, അതിനുശേഷം ഈ പറഞ്ഞ ഏറ്റവും ഒടുവിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ താരതമ്യം അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള UDF-നോ കോൺഗ്രസിനോ ഇത്രമേൽ വിജയം നേടാൻ തീർത്തും ബുദ്ധിമുട്ടുള്ള ആ ഒരു തെരഞ്ഞെടുപ്പിലും ഏവരെയും അതിശയിപ്പിച്ച ഒരു വിജയം. ഇതെല്ലാം നേടിക്കഴിഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കും എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായത്. ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായ ഒരു പരാജയമാണ്, അല്ലെങ്കിൽ ഒരു 40% കുറഞ്ഞൊരു വിജയമായിരുന്നു UDF-ന് കിട്ടിയതെങ്കിൽ ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിക്കുക?
ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒഴിച്ച് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും അതിന്റെ അമരത്ത് നിന്നതും ചുക്കാൻ പിടിച്ചതും അതിന്റെ റിസ്ക് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തതും അതുപോലെ തന്നെ നിലമൊരുക്കൽ, അതായത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കല്, ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കല്, നിരീക്ഷകരെ നിയമിക്കൽ തുടങ്ങി ഒരു പ്രൊഫഷണൽ അപ്രോച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൊണ്ടുവന്നത് ആരെ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ കേരളത്തിന്റെ മനസ്സിൽ. അത് UDF കാര്യത്തിൽ VD സതീശനാണ്. അത് തന്നെയാണ് ഇപ്പോ UDF ഒരു മാന്യമായ അല്ലെങ്കിൽ അന്തസ്സുള്ള ഒരു വിജയം ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ കാരണക്കാരൻ VD സതീശനാണെന്ന് പറയുന്നതും. അതുകൊണ്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം നന്നായി നിറവേറ്റി. അതൊരു നിയോഗമാണെങ്കിൽ ആ നിയോഗം അദ്ദേഹം ഫുൾഫിൽ ചെയ്തു. പിന്നെ എന്തിന് ഒരു നാച്ചുറൽ ചോയ്സായ അദ്ദേഹത്തെ തഴഞ്ഞ് മറ്റൊരാൾ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്യാത്ത മറ്റൊരാൾ ഈ ഘട്ടത്തെ 40 മണിക്കൂറിൽ വന്ന് ആ സാധ്യത തട്ടിത്തെറിപ്പിക്കുന്നത് എന്തിനാണ്? ജനവികാരത്തെ ഒരു പദപ്രയോഗം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഐ ആം തിങ്കിങ് സ്റ്റീലിംഗ് ഓഫ് ദ മാൻഡേറ്റ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ സ്റ്റീലിംഗ് ഓഫ് ദ മാൻഡേറ്റ്. ഞാൻ അത്രേ പറയുന്നു. ശരി. എന്തായാലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അദ്ദേഹം എത്തിച്ചത് എന്ന കാര്യം സൂചിപ്പിക്കുകയായിരുന്നു ജോർജ് പൊടിപ്പാറ ചെയ്തിരിക്കുന്നത്. ശ്രീ M ജയചന്ദ്രൻ, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിൽ അധികം നേടി UDF അധികാരത്തിൽ വന്നില്ല എങ്കിൽ വനവാസം എന്നതാണ് VD സതീശൻ പ്രഖ്യാപിച്ചത്. അതൊരു അമിത ആത്മവിശ്വാസമാണോ എന്ന് പല ഘട്ടത്തിലും നമുക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പോലും അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് കാണുന്നത്. ചില 100 എന്ന കാര്യത്തിൽ മാത്രം ഒരല്പം പിന്നോട്ട് പോക്ക് ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു എന്നത് ഒഴിച്ചാൽ ഇപ്പോൾ കണക്കുകൂട്ടലുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നില്ല LDFന് വലിയ ഒരു ആത്മവിശ്വാസം ഉണ്ട് എന്നത് തോന്നുന്നില്ല. എങ്കിൽ പോലും സാധ്യതകൾ, തുടർ ഭരണത്തിനുള്ള സാധ്യതകൾ അവർ തള്ളിക്കളയുന്നതുമില്ല. പക്ഷേ ഇന്നൊക്കെ വരുന്ന വാർത്തകൾ, മന്ത്രിമാർ പലരും ഓഫീസിലേക്ക് എത്തുന്നില്ല. മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിലാണ്. ഓൺലൈനായി മാത്രമാണ് മന്ത്രിസഭായോഗം ചേരുന്നത്. ചൂടും കറണ്ട് കട്ടും ഒക്കെ വലിയ പ്രശ്നമായി പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ ഫലം എത്തുന്നതിന് മുൻപ് തന്നെ തോൽവി സമ്മതിച്ചോ ഭരണപക്ഷം എന്നൊരു സംശയം ജനങ്ങളിൽ ഉയരും. സ്പെക്കുലേഷൻ ഇനി കാര്യമില്ലല്ലോ. ഇപ്പൊ അതിന്റെ ആവശ്യവുമില്ല. കാരണം ഈ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഭരണപക്ഷത്തെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വരാനാണ്. അതിനാണല്ലോ അവർ ശ്രമിച്ചത് മുഴുവനും. ആ ശ്രമത്തിൽ സംഭവിച്ച അതിന്റെ ഈ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ആരൊക്കെ ചേർന്നാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നതിനേക്കാൾ അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പൊ അതല്ലോ കോൺഗ്രസിലെങ്കിലും നടക്കുന്നത്. പക്ഷെ താങ്കൾ ചോദിച്ചത് LDFന്റെ സാധ്യതകൾ മങ്ങിപ്പോയോ? ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞു 2021 അവസ്ഥ എന്തായിരുന്നു ഉള്ളത്. മന്ത്രിമാർ ഓഫീസിൽ വരാത്തതിന്റെ കാരണം എല്ലാവർക്കും അറിയാം. ഈ ആ തരത്തിലാരും എത്തേണ്ട സമയമായിട്ടില്ല. ഇനിയിപ്പോ ഞാൻ വിചാരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ തിങ്കളാഴ്ച മുതൽ തന്നെ അവർ ഓഫീസിൽ സജീവമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഇരിക്കട്ടെ. മറ്റൊരു കാര്യം, ഈ 2021 റിസൾട്ട് വന്നപ്പോ UDF പരാജയപ്പെട്ടല്ലോ, വീണ്ടും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്ക് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുക എന്നുള്ള അവസ്ഥയിൽ വന്നു. അന്നെന്തായിരുന്നു സംഭവിച്ചത്? 12 MLA-മാർ ഉമ്മൻചാണ്ടിക്കൊപ്പവും 9 MLA-മാർ രമേശിനൊപ്പവും VD സതീശൻ ഉൾപ്പെടെയുള്ള 9 പേർ രമേശിനൊപ്പവും എന്നുള്ളതായിരുന്നു സ്ഥിതി. അപ്പൊ ഉമ്മൻചാണ്ടി പറഞ്ഞു ഞാൻ പ്രതിപക്ഷ നേതാവാകാനില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായ ചോയ്സ് ആവേണ്ടത് രമേശൻ ചെന്നിത്തലയായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ ഒരു തീരുമാനം അവിടെ വെച്ച് എടുക്കാതെ അപ്പോ ലീഗും വന്ന് അഭിപ്രായപ്പെട്ടത് ഉമ്മൻചാണ്ടി എന്നുണ്ടെങ്കിൽ രമേശ് എന്നുള്ള അവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ലീഗും അഭിപ്രായം പറഞ്ഞത്. അപ്പൊ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് പറഞ്ഞാണ് ആ മീറ്റിംഗ് പിരിഞ്ഞത്. ഹൈക്കമാൻഡിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവായി VD സതീശനെ തീരുമാനിക്കുന്നത്. അത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. ഞാനത് ഓർപ്പിക്കാൻ കാരണം ലീഗ് തീരുമാനിച്ചാൽ അതിന്റെ പിന്നാലെ കോൺഗ്രസ് പോകും എന്നൊരു വാദഗതിയോട് ഉയർന്നതുകൊണ്ടാണ് ഞാനത് ഓർമ്മിപ്പിക്കാൻ തന്നെ കാരണം. അങ്ങനെ ആയിരുന്നില്ല 2021 അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് പോകുന്നുമില്ല. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്താൽ സ്വാഭാവികമായും ലീഗിന് അതിന് വഴങ്ങുകയില്ല, അത് അനുസരിക്കില്ലാതെ അവർക്ക് മുമ്പിൽ മറ്റു ഓപ്ഷൻസ് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനൊന്നും ഒരു തർക്കം ഉണ്ടാവാനും ഇടയില്ല. ഇപ്പോ മറ്റൊരു കാര്യം, മത്സരിച്ചില്ലെങ്കിലും KC വേണുഗോപാൽ നേരെ ഇങ്ങ് വന്ന് UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകുമെന്നും കരുതേണ്ട ഒരു കാര്യമില്ല. ഇപ്പോ
എന്റെ ധാരണ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ, അത്ര സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ KC വേണുഗോപാലിനും കൂടെ പിന്തുണയോടുകൂടി രമേശ് ചെന്നിത്തല വരാനുള്ള എമർജ് ചെയ്യാനുള്ള വലിയ സാധ്യതയാണ്. ഇപ്പോൾ ഞാൻ ഒരു വർഷമായിട്ട് പല ചർച്ചകളിലും പറയുന്നുണ്ട്, പിന്നെ പഴയ പോലല്ല, പഴയ ആ ഗ്രൂപ്പ് വെട്ടി എന്നിട്ട് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കൂടെ പുതിയൊരു ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞാൻ പല ചർച്ചകളിൽ ഉന്നയിക്കുന്ന ഒരു പുതിയ പോയിന്റായിട്ട് തന്നെ പറഞ്ഞൊരു സംഗതിയാണ്. അതിപ്പോ ഏതാണ്ട് ഒരു കൃത്യമായ രൂപത്തിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ അടയാളങ്ങൾ കാണാനുമുണ്ട്. അതിരിക്കട്ടെ, UDF ഭൂരിപക്ഷം കിട്ടി അദ്ദേഹം തീരുമാനിച്ചോട്ടെ. അതുകൊണ്ട് പിന്നെ എല്ലാം ഭദ്രമായി എന്നോ പൊടിവാറ പറഞ്ഞതുപോലെ ഇതിന്റെ ഈ പ്രചാരണ കാര്യങ്ങളെല്ലാം നയിച്ചതും നിയന്ത്രിച്ചതും VD സതീശനാണെന്നോ ഇതിന്റെ ഉള്ളറകളിലേക്ക് അല്പമെങ്കിലും പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളും പറയില്ല. ഹൈലി പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഞാൻ 100% യോജിക്കുന്നു. അതെങ്ങനെയാണ് ചെയ്തത്? കനകോലുവിന് ആരാണ് ഫുൾ സപ്പോർട്ട് കൊടുത്തത്? AICC ആണല്ലോ, KC വേണുഗോപാൽ ആണല്ലോ. അത്തരം യാഥാർത്ഥ്യങ്ങൾ മുമ്പിൽ നിൽക്കുകയാണ് ഇതെല്ലാം ചെയ്തത് VD സതീശനാണ് എന്ന് പൊടിവാറ വാനോളം പുകഴ്ത്തുന്നത്. അദ്ദേഹത്തിന് താല്പര്യമാണ്, പുകഴ്ത്തിക്കോട്ടെ, എനിക്ക് അതിൻ്റെ അകത്ത് യാതൊരു വിയോജിപ്പില്ല, അദ്ദേഹം പുകഴ്ത്തിക്കോട്ടെ. പക്ഷെ എനിക്കറിയാവുന്ന വാസ്തവം മറ്റൊന്നാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് ചൂണ്ടിക്കാണിച്ചത്. അത്രേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസ്ഥ കൂടി സാറൊന്ന് പറയൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമായിട്ട് പറയല്ലേ. അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം അങ്ങ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് മാത്രമായിട്ട് എടുത്തത്. അതിന് മുമ്പുള്ള കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു വാക്ക് നിലമൊരുക്കൽ എന്നൊരു സാധനം ഞാൻ പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ മുതൽ ഉള്ള നിലമൊരുക്കലാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഉപതെരഞ്ഞെടുപ്പുകൾ മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വഴി ഉള്ള നിലമൊരുക്കൽ അതിനൊരു കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓക്കെ, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് KPOയിലേക്ക് എനിക്ക് ഒരിക്കൽ കൂടി പോകണം. ശ്രീ KPO റഹ്മത്തുള്ള, നോക്കൂ, ഇവിടെ ഇപ്പോ മറ്റൊരു സാധ്യതയാണ് M ജയചന്ദ്രൻ മുന്നോട്ട് വെച്ചത്. KC ഇല്ല എങ്കിൽ KCയുടെ പിന്തുണയോടുകൂടി ചെന്നിത്തല വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു പിന്തുണ KCയിൽ നിന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയാൽ ലീഗിന് അത് സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമില്ലേ? എന്ത് പറഞ്ഞ് ചെന്നിത്തലയെ തള്ളാൻ പറ്റും? KC വേണുഗോപാൽ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയാകാൻ വരില്ല എന്ന് തീർച്ചയാണ്. കാരണം ഇപ്പോൾ ലോകസഭയിൽ കോൺഗ്രസിനെ അതിശക്തമായി രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്ന് നയിക്കുന്നത് KC വേണുഗോപാലാണ്. കഴിഞ്ഞ ദിവസം നടന്ന വനിതാ ബില്ലിന്റെ ചർച്ചയാണെങ്കിലും അതിനു മുമ്പ് നടന്ന വഖഫ് ബില്ലിന്റെ ചർച്ചയാണെങ്കിലും ഒക്കെ കോൺഗ്രസിന്റെ ലോകസഭയിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് KC വേണുഗോപാലായി. അങ്ങനെ ഒരാളെ ഒരു സംസ്ഥാനത്തേക്ക് മാത്രമാക്കി ചുരുക്കാൻ കോൺഗ്രസിന് ഇപ്പോൾ കഴിയില്ല. മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് അതിശക്തമായ പിന്തുണ ലോകസഭയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ മുഖത്ത് നോക്കി ക്രമപ്രശ്നങ്ങൾ ഉന്നയിക്കാനും ലോകസഭാ ചട്ടങ്ങൾ പറയാനും ഒക്കെ അതിഭയങ്കരമായ ശക്തിയും കഴിവുമുള്ള ഒരാളാണ് KC വേണുഗോപാൽ. അങ്ങനെ ഒരാൾ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാക്കാൻ അദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞയക്കുമെന്ന് ഒരിക്കലും കരുതാൻ കഴിയില്ല. മാത്രമല്ല, AICC ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ ഒരിക്കലും KC വേണുഗോപാൽ ഇടപെടാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം വളരെ നിഷ്പക്ഷമായി കോൺഗ്രസ് MLA-മാർ ആരുടെ കൂടെ നിൽക്കുന്നോ, ഭൂരിപക്ഷം ആരെ പിന്തുണക്കുന്നുവോ ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയെയോ VD സതീശനെയോ പരസ്യമായി പിന്തുണക്കുന്ന ഒരു നിലപാട് കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനത്തിൽ എടുക്കാൻ സാധ്യതയില്ല. അദ്ദേഹം AICC നിരീക്ഷകരായി വരുന്നുണ്ടെങ്കിൽ തന്നെ MLA-മാരുടെ മനസ്സറിഞ്ഞ് AK ആന്റണിയെ പോലുള്ള കോൺഗ്രസ് നേതാക്കളുടെയും മനസ്സറിഞ്ഞ് മുസ്ലിം ലീഗിന്റെയും മറ്റ് ഘടകകക്ഷികളുടെയും ഒക്കെ അഭിപ്രായം തേടി ഒരു സമന്വയത്തിലെത്തുന്ന ഒരു തീരുമാനമെടുത്ത് അത് ഹൈക്കമാൻഡിനെ അറിയിച്ച് അത് അംഗീകരിക്കാനുള്ള ശ്രമങ്ങളാണ് KC വേണുഗോപാൽ നടത്തുന്നത്. KC വേണുഗോപാൽ ഒരു വിഭാഗത്തിന്റെയോ ഒരു ഗ്രൂപ്പിന്റെയോ എന്തായാലും KC പോലും ആ സാധ്യതകൾ തള്ളുന്നില്ല. എന്തായാലും KPO പൂർണ്ണമായും അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാണ്. നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനവികാരം മാനിക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് സതീശനുള്ള പിന്തുണയാണോ എന്നതാണ് നമ്മൾ പ്രേക്ഷകരോട് ഇന്ന് ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നു 84% പേർ, അല്ല എന്ന് പറയുന്നത് 10% പേർ, നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയത് 6% പേർ. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകും.